അഞ്ചാറ് സ്വത്തിന്റെ പേരിലൊക്കെ അടി നടക്കും. ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കാൻ മയ്യത്തിനെയല്ലോ നോക്കാം, മയ്യത്ത് കാണാൻ വരുന്നവരെ. അപ്പൊ ചില മിടുക്കന്മാർ ഈ മയ്യത്തിനെ കാണാൻ വരുമ്പോൾ ആൾക്കാരൊക്കെ എന്നെ ശ്രദ്ധിക്കുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സ്ലോ മോഷനിലൊക്കെയാണ് കയറി വരിക. വന്നിട്ട് മയ്യത്തിന്റെ അടുത്ത് വന്ന് നിൽക്കുകയും ഭാവപ്രകടനങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വീടിന്റെ ഫ്രണ്ടിൽ, ആ മരണ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ചാലകസേര എടുത്തിട്ട് ഒരു കാല് മറ്റേ കാലിന്റെ മുകളിൽ കയറ്റിവെച്ച് ഒരു സിഗരറ്റും കൊളുത്തി കയ്യിലേക്ക് വെച്ചിട്ട് എപ്പോഴായിരുന്നു മരണം, എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചിങ്ങനെ വീടിന്റെ മുമ്പിലിരുന്നു കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെയും മരണ വീട്ടിന്റെ ഏറ്റവും വലിയ മിടുക്കനാകാൻ ശ്രമം നടത്തുമ്പോൾ ഞാനും നിങ്ങളും അറിയാത്ത ഒരു കാര്യമുണ്ട്. ഈ വീടിന്റെ മുമ്പിൽ കിടത്തിയിരിക്കുന്ന മനുഷ്യൻ ബർസഖ് ജീവിതത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അല്ലാഹു നിശ്ചയിച്ച ദുനിയാവിന്റെ സമയം കഴിഞ്ഞതുകൊണ്ട് ആ സഹോദരനെ ഇതാ അല്ലാഹുവിന്റെ പള്ളിപ്പറമ്പിൽ, പള്ളിയുടെ പരിസരത്തുള്ള കാടുകൾക്കിടയിൽ കുഴിക്കപ്പെട്ട പച്ചമണ്ണാകുന്ന ആറടി മണ്ണിന്റെ കത്തളത്ത് എല്ലാ സന്തോഷങ്ങൾക്കും പരിമുറുക്കങ്ങൾക്കും അവസാനം കുറിച്ചുകൊണ്ട് അതാ ആഖിറലോകത്തിന് തുടക്കം കുറിച്ച് ബർസഖിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ആ സഹോദരന്റെ നൊമ്പരമറിയാ, ആ സഹോദരന്റെ മനസ്സിന്റെ സങ്കടമറിയാ. എന്റെ പ്രിയപ്പെട്ടവരെ ആർക്കും കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്ന സഹോദരിമാരെ, മരണവീടിനോട് മര്യാദ കാണിക്കണം, അതിനോട് അറിവ് കാണിക്കണം. ആ മരണ വീട്ടിൽ മര്യാദ കേട്ടുകൊണ്ട്, ആ മയ്യത്തിനോടുള്ള മര്യാദ കേട്ടുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഒരുപാട് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സഹോദരിമാര് വെറുതെ കരയുന്നവരുണ്ട്. വലിയ അശുദ്ധിയുള്ള സ്ത്രീയാണെങ്കിൽ പോലും മരണ വീട്ടിൽ നിന്ന് ഖുർആൻ എടുത്തു വെച്ച് ജനങ്ങൾ 10 പേര് നോക്കി നിൽക്കല്ലേ, എങ്ങനെ ഞാൻ ഖുർആൻ ഓതാതിരിക്കുമെന്ന് പറഞ്ഞിട്ട് അശുദ്ധിയുള്ള പെണ്ണ് പോലും ജനങ്ങളുടെ സിമ്പതിക്ക് വേണ്ടി ഖുർആൻ ഓതുമ്പോൾ ആ മയ്യത്തിന്റെ നമ്പരം എവിടെയെന്നറിയോ? പള്ളിപ്പറമ്പിൽ ആ മയ്യത്തിനെ കിടക്കാൻ വേണ്ടിയിട്ട് കുഴിക്കുന്ന ഖബറിന്റെ ഓരോ വെട്ടുകൊള്ളുന്നതും ഈ മയ്യത്തിന്റെ നെഞ്ചിലാണ്. സങ്കടത്തോടെ പ്രയാസത്തോടെയാണ് ആ മയ്യത്ത് കിടക്കുന്നത്. എന്നെ കുളിപ്പിച്ചു കഴിഞ്ഞല്ലോ, എന്നെ പൊതിഞ്ഞു കഴിഞ്ഞല്ലോ, ഇതാ സന്തൂഖ് കൊണ്ടുവന്നു, അതിന്റെ മുകളിലേക്ക് എടുത്തു വെക്കാൻ പോകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മയ്യത്തിനെ ഇതാ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകാൻ പോകുമ്പോൾ ആറാമത്തെ റൂഹിന്റെ നൊമ്പരം എപ്പോഴാണ് പുറപ്പെടുന്നത് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, സഹോദരിമാരെ, മരണ വീട്ടിലേക്ക് നിങ്ങൾ പോകുന്നത് നല്ലത് തന്നെയാണ്. ഒരു മരണ വീട്ടിലേക്ക് ചെന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് പ്രിയപ്പെട്ടവരെ? മയ്യത്തിന്റെ ബന്ധുക്കളെ കാണുക എന്നതാണ്. ഭർത്താവാണ് മരിച്ചുപോയതെങ്കിൽ അയൽവാസികളായ സഹോദരിമാര് ചെന്നിട്ട് ആ ഭർത്താവിന്റെ ഭാര്യയെ കാണണം. എന്നിട്ട് അവരെ സമാധാനിപ്പിക്കണം. അവരെ ഈ അള്ളാഹുവിന്റെ വിധിയിൽ ക്ഷമിക്കാൻ പറഞ്ഞു കൊടുക്കണം. ഭക്ഷണം കഴിക്കാറ്, വെള്ളം കുടിക്കാറ് തളർന്നു കിടക്കുന്നവരാണ് അവരെങ്കിൽ അവർക്ക് സമാധാനം പറഞ്ഞു കൊടുക്കണം. ഇല്ല, ഇതാണ് ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്നവരുടെ ബാധ്യത. അല്ലാതെ എപ്പോഴും മയ്യത്തിന്റെ മുമ്പ് പോയി ഒരു ഖുർആനും ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് ആണുങ്ങൾക്ക് വരാൻ വയ്യ, പൊതിയാൻ വയ്യ, പള്ളിപ്പറമ്പിലേക്ക് മയ്യത്ത് കൊണ്ടുപോകാൻ വയ്യ, ആ ഒരു അവസ്ഥയ്ക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല. മാത്രമല്ല സഹോദരിമാരെ, എത്ര മരണം നടന്നു കഴിഞ്ഞാലും, എത്ര ബുദ്ധിമുട്ട് ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞാലും ക്ഷമിക്കാൻ ഇസ്ലാം പറയുന്നു എങ്കിലും നമ്മളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏറ്റവും വലിയ സ്നേഹം നിങ്ങൾക്ക് തന്നിരുന്ന ഭർത്താവ് മരിക്കുമ്പോഴോ, നിങ്ങളുടെ മക്കൾ മരിക്കുമ്പോഴോ, നിങ്ങളുടെ കുടുംബക്കാർ മരിക്കുമ്പോഴോ ക്ഷമിക്കണമെന്ന് ഉസ്താദുമാർക്ക് പറയാനല്ലാതെ അവർക്ക് ക്ഷമിക്കാൻ കഴിയണമെന്നില്ല. കാരണം എന്താ? ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളും മക്കൾക്ക് വേണ്ടി ചെലവഴിച്ച് ജീവിതത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും ആ കുടുംബത്തിന് വേണ്ടി വിനിയോഗിച്ച് അവസാനം ആ സ്നേഹം തന്ന കുടുംബനാഥൻ വിടവാങ്ങുമ്പോ ആ വിടവാങ്ങൽ മനസ്സിലൊന്നുകൊണ്ട് പൊട്ടിക്കറിയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ലോകം ഏറ്റവും അധികം കരഞ്ഞു പോരാ, ലോകം ഏറ്റവും അധികം സങ്കടപ്പെട്ടു പോരാ, ലോകം പോലും കിടുകിടാ വിറച്ചുപോയ രംഗമാണല്ലോ ലോകത്തിലൊന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട പറഞ്ഞു പോയത്. അത് ഈ സമുദായം ക്ഷമിച്ചില്ലേ? ഈ സമുദായത്തിലെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരാരാ സഹാബത്ത് ശ്രമിച്ചില്ലേ? അവിടെ മനസ്സുരുകി പോയിട്ട് പോലും തളർന്നു പോയിട്ട് പോലും ക്ഷമയോടെ കരുത്തോടെ അള്ളാന്റെ ഹബീബിന്റെ വഫാത്തിനെ അഭിമുഖീകരിച്ചില്ലേ? ഭ്രാന്ത് പിടിച്ചവനെ പോലെ അലഞ്ഞതിരിഞ്ഞ് വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ
ക്ഷമയുടെ വാക്ക് കേട്ടുകൊണ്ട് മനസ്സിന് സമാധാനം കണ്ടെത്തി പോയിയെങ്കിൽ എന്റെ സഹോദരിമാരെ, നമ്മളാരും ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചില സഹോദരിമാര് വിചാരിക്കും അന്ന് തലമറയ്ക്കണ്ട, അന്ന് നല്ലതുപോലെ ഡ്രസ്സ് ധരിക്കണ്ട. എത്രയോ മരണ വീട്ടിൽ ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ ശരീരത്തിന്റെ നഗ്നത തുറന്നിട്ടുകൊണ്ട് മയ്യത്തിന്റെ മുമ്പ് വന്നുകൊണ്ട് നെഞ്ചത്തടിച്ച് വിളിക്കുന്ന പെണ്ണേ, നിന്റെ ഭർത്താവ് ചെയ്ത അമലുമായി ഭർത്താവ് പോയി, എന്തിനാണ് മോളെ ആ ഭർത്താവിന് അദാബ് വാങ്ങിക്കൊടുക്കുന്നത്? സ്നേഹമുള്ളവളാണ് നീയെങ്കില്, ഭർത്താവിന്റെ പരലോകം രക്ഷപ്പെടണമെന്ന് കൊതിക്കുന്നവളാണ് നീയെങ്കില് മാറപ്പിടിച്ച് അട്ടഹസിക്കല്ല പെണ്ണേ. അത് ഹൈന്ദവരുടെ ആചാരമാണ്. അവരുടെ വീടുകളിൽ ഹൈന്ദവരുടെ, നമ്മുടെ ഈ പരിസരത്തൊക്കെ ഉണ്ട് വീടുകളിൽ ഇതിനു വേണ്ടി മാത്രം നമ്മൾ നിവേദനത്തിന്റെ ഫുഡ് പിന്നെ കളിക്കാൻ വേണ്ടി ടീമിനെ വിളിക്കാൻ പോകുന്ന പോലെ ഹൈന്ദവരുടെ മരണ വീടുകളിൽ നെഞ്ചത്തടിച്ച് കരയാൻ വേണ്ടി മാത്രം ടീമിനെ കാശ് കൊടുത്ത് കൊണ്ടുവരും. അവർക്ക് കരയണമെന്ന് അവരുടെ നിയമമുണ്ടെന്നാ പറയണം. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമ്മൾ മനസ്സിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും അധികം കരഞ്ഞത് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിലും അതുപോലെ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ വിടവാങ്ങലിലും. പിന്നെ ഒരുപാട് സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിനെ പിടിച്ചു നിൽക്കുന്നത് പലർക്കും കാണാൻ കഴിഞ്ഞു എന്നാണ്. എത്രയോ സഹാബത്തിന്റെ മയ്യത്ത്, എത്രയോ സന്തത സഹചാരികളുടെ റൂഹ് പിരിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാണ്. സൈനബ് റളിയല്ലാഹു തആല അൻഹു അതുപോലെയുള്ള പ്രിയപ്പെട്ടവരൊക്കെ മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുനീര് എങ്ങനെ ഒഴുകി എന്ന് പോലും എന്റെ പ്രിയപ്പെട്ടവരെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന നൂറുകണക്കായ ഹദീസുകളിലൂടെ പറയുമ്പോൾ നമുക്ക് കരച്ചിലൊക്കെ വരും. സംഭവം ശരിയാണ്. ഇപ്പൊ എന്റെ വീട്ടിൽ എനിക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചാൽ ഞാനും കരയും, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചാൽ നിങ്ങളും കരയും. പക്ഷേ ഈ കരച്ചിലിനൊരു മര്യാദയുണ്ട്. മരണ വീട്ടിൽ നെഞ്ചത്തടിച്ച് മാറത്തടിച്ച് എന്റെ മച്ച പോയേന്നും പറഞ്ഞ് രണ്ട് കൈയും കൊണ്ട് നെഞ്ചത്തൊരൊറ്റ വിളിയാ, നൈറ്റി മാക്സിയൊക്കെ വലിച്ചു കീറി ഇതാ കിടക്കും. പിന്നെ എങ്ങനെ ഈ മരണ വീട്ടിൽ നിന്ന് ചെറുപ്പക്കാർ മാറി നിൽക്കും? നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, മരണ വീടുകളിൽ നമ്മുടെ മനസ്സിന് പ്രയാസം വരുമ്പോഴും സന്തോഷം വരുമ്പോഴാണ് ഇബ്ലീസ് പെട്ടെന്ന് മനസ്സിലേക്ക് കയറുക. ഏറ്റവും അധികം സന്തോഷം വരുമ്പോഴും ഏറ്റവും അധികം സങ്കടം വരുമ്പോഴും ശപിക്കപ്പെട്ടവനാണ് ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹി അലൈഹി നമ്മുടെ മനസ്സിനെ പിടിച്ചടക്കുമെന്ന്. അതുകൊണ്ട് ഒരുപാട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ന് പല സ്ഥലങ്ങളിലും കല്യാണത്തിന്റെ അന്നും നിസ്കരിക്കൂല, ആരെങ്കിലും മരിച്ചാൽ മരണത്തിന്റെ അന്ന് നിസ്കരിക്കൂല. ഈ രണ്ട് സമയം ഒഴിച്ച് ബാക്കിയുള്ള ദിവസമൊക്കെ ഭയങ്കര നിസ്കാരം. കാരണം ഈ 2 ദിവസം ഇബ്ലീസാണ് അവന് നേതൃത്വം കൊടുക്കുന്നത്. നമ്മളതിൽ പെട്ടുപോകരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണ വീട്ടിലെ നെഞ്ചത്തടിയും മാറത്തടിയും ഒക്കെ നിർത്തിവെച്ചിട്ട് കരഞ്ഞോ, നിനക്ക് കരയാമതിന് മര്യാദയുണ്ട്. പക്ഷേ എന്തിനാണ് കരയേണ്ടത്? ഈ പ്രിയപ്പെട്ട മരണപ്പെട്ടു പോയ സഹോദരന്റെ ഖബറിന്റെ രക്ഷയോർത്തുകൊണ്ട് അള്ളാഹു എന്റെ പ്രിയപ്പെട്ടവനാണ്, ഭർത്താവാണ്, അതുകൊണ്ട് ആ ഭർത്താവിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. എന്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചവനാണ്, എനിക്ക് വേണ്ടി ജീവിച്ചവനാണ്, ഞാൻ എന്തു പറഞ്ഞാലും എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നവനാണ്. വിദേശ രാജ്യത്ത് കിടന്ന് എന്റെ പ്രിയപ്പെട്ടവൻ കഷ്ടപ്പെടുമ്പോ ഞാൻ എന്താവശ്യപ്പെട്ടാലും എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തന്നവനാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇന്ന് മുതൽ ബർസഖിന്റെ ജീവിതത്തിന് തുടക്കം കുറിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ് എന്നോർത്തുകൊണ്ട് കരയാവത് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹുവിനോട് അബൂ സലമ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു കൊടുത്ത ദിക്ർ എന്താണ്? അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബതി വഖ്ലിഫ്നി ഖൈറൻ മിൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തു പോയിരുന്നിട്ട് ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു തആല അൻഹു പഠിച്ചുകൊണ്ട് വന്ന ദിക്റാണ്. ഉമ്മു സലമയോട് പറഞ്ഞു കൊടുത്തു, പെണ്ണേ, വിലപ്പെട്ടതെന്തെങ്കിലും നിനക്ക് നഷ്ടപ്പെട്ടു പോയാൽ, ഏറ്റവും വേണ്ടപ്പെട്ട വിലപ്പെട്ടത് എന്തെങ്കിലും നിനക്ക് നഷ്ടപ്പെട്ടു പോയാൽ പെണ്ണെ ഈ ദിക്റ് പറയാ. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. എന്ത് ദിക്റാണെന്ന് ചോദിച്ചപ്പോ അബൂ സലമ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹുമ്മ അജ്റിനി ഫീ മുസീബതി വഖ്ലിഫ്നി ഖൈറൻ മിൻഹാ. അല്ലാഹുവേ,
എനിക്ക് സംഭവിച്ചു പോയ വിപത്തിൽ നീ എനിക്ക് പ്രതിഫലം തരണേ റഹ്മാനെ. വഖ്ലിഫ്നി ഖൈറൻ മിൻഹാ, അതിനേക്കാൾ ശ്രേഷ്ഠമായത് എനിക്ക് നീ പകരം തരണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഈ ദിക്ർ പറഞ്ഞു കൊടുത്തപ്പോ അബൂ സലമ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോട് പഠിപ്പിച്ചു കൊടുത്തു. ഭാര്യ മനസ്സുകൊണ്ട് ആ ദിക്ർ പഠിച്ചു വെച്ചിരുന്നു. അവസാനമതാ ഒരുപാട് ദിവസം കഴിഞ്ഞപ്പോ അബൂ സലമ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടു പോയി. ഈ ദിക്ർ പഠിപ്പിച്ചു കൊടുത്ത നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത ദിക്റും കൊണ്ട് വീട്ടിൽ നിന്ന് ഭാര്യയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചുപോയി. മരിച്ചുപോയപ്പോ ഭർത്താവ് മരിച്ച 4 മാസവും 10 ദിവസവും ഇദ്ദ ഇരിക്കണമെന്ന്. സഹോദരിമാർക്ക് ഈ പരിസരത്തൊക്കെ വനിതാ ക്ലാസിന്റെ അവസ്ഥയൊന്നും എനിക്കറിയില്ല. എന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, പഠനവേദികൾ നടത്തി സഹോദരിമാർക്ക് ഇദ്ദയുടെ കാലാവധിയും ഇദ്ദയുടെ സൂക്ഷ്മതയൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. ഇല്ലെങ്കിൽ അത് അപകടമാണ്. ആ സമയത്ത് അവരാരും പിന്നീട് പഠിക്കാമല്ലോ, ഭർത്താവ് മരിച്ചിട്ടല്ലേ, ഒന്നും പറയാൻ നമുക്ക് പറ്റൂല. നമ്മുടെ ഇദ്ദയുടെ കാലാവധി സഹോദരിമാർ അറിഞ്ഞിരിക്കണം, അത് പഠിക്കണം. ആവശ്യമില്ലാത്തതെല്ലാം പഠിച്ച് ആവശ്യമുള്ളത് മുഴുവനും ഒഴിവാക്കുന്ന ഒരു രംഗം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അവനെ 4 മാസവും 10 ദിവസവും ഈ ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഇദ്ദ ഇരുന്നപ്പോ ഈ ദുആയാണ് പഠിച്ചത്. ഭർത്താവ് പഠിപ്പിച്ചു കൊടുത്ത ദുആ, അള്ളാന്റെ ഹബീബ് നിന്റെ നേതൃത്വത്തിൽ ഭർത്താവ് തന്റെ വീട്ടിൽ വന്ന് പഠിപ്പിച്ചു കൊടുത്ത ദുആ. എന്ത് ദുആ? അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബതി വഖ്ലിഫ്നി ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, എനിക്ക് സംഭവിച്ച എന്റെ വിപത്ത് എന്റെ ഭർത്താവ് എന്നോട് വിട പറഞ്ഞു പോയതാണ്. എത്ര സ്നേഹമായിരുന്നു അല്ലാഹ്, എത്ര സന്തോഷമായിരുന്നു അല്ലാഹ്. വഖ്ലിഫ്നി ഖൈറൻ മിൻഹാ, ആ ഭർത്താവിനേക്കാൾ നല്ല ഒരു ഉത്തമ കുടുംബനാഥന് എനിക്ക് പകരം തരണേ അല്ലാഹ് എന്നാണ് ആ ദിക്റിന്റെ അർത്ഥം. മക്കള് മരിച്ചാലും എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയാലും ഭർത്താവ് മരിച്ചാലും എല്ലാ സഹോദരിമാര് ദിക്ർ ചൊല്ലണം. ഭാര്യമാര് മരിച്ചാലും നിങ്ങൾ അങ്ങനെ തന്നെയാണ് ഈ ദിക്ർ ചൊല്ലണം. അങ്ങനെ ദിക്ർ ചൊല്ലുമ്പോ അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച ദിക്റിന്റെ മഹത്വമുണ്ടല്ലോ, ആ ദിക്റിന് പകരമായി മരിച്ചുപോയവരെക്കാൾ ശ്രേഷ്ഠമായവരെ നിങ്ങൾക്ക് അല്ലാഹു തിരിച്ചു തരുന്നതാണ്. ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ മനസ്സുകൊണ്ട് സഹാബത്തിനോട് പറയുന്ന, സഹാബ, എന്റെ ഭർത്താവ് മരിച്ചപ്പോ അതിനേക്കാൾ ഉത്തമനായവനെ തിരിച്ചു തരണമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദിക്ർ ഞാൻ ചൊല്ലിയെങ്കിലും എന്റെ മനസ്സിലറിയാ, ആരാണ് ദുനിയാവിൽ അയാളെക്കാൾ ശ്രേഷ്ഠമായത്? എന്റെ ഭർത്താവിനേക്കാൾ എന്നെ സ്നേഹിച്ചവരാരുമില്ലല്ലോ, എന്റെ ഭർത്താവിനേക്കാൾ ദീനുള്ളവരാരുമില്ലല്ലോ, എന്റെ ഭർത്താവിനേക്കാൾ എന്റെ കുടുംബം പോറ്റുന്നവരാരുമില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് എനിക്കിനി ആരാണ് ഇതിന് പകരം വരാറുള്ളത്? ഭർത്താവിനേക്കാൾ മെച്ചമായത് ദുനിയാവിൽ വേറെ ആരുമില്ല. ഞാൻ കണ്ട മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനാണ് അബൂ സലമ. അബൂ സലമ മരണപ്പെട്ടു പോയപ്പോ ഇനി അബൂ സലമയ്ക്ക് പകരം ആരാണ് എനിക്ക് വരാനുള്ളത്? പക്ഷേ ഫലമംഗലത്തെ യുദ്ധത്തി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ ഖത്തബനി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂല് വിവാഹാലോചനയുമായി ചെല്ലുകയാണ്. ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, 40 ദിവസം ഞാൻ ഇദ്ദയിരുന്നുകൊണ്ട്, 4 മാസവും 10 ദിവസവും ഇദ്ദയിരുന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വിയോഗത്തിന്റെ ദിക്ർ ഞാൻ അങ്ങ് ചൊല്ലിയപ്പോ, റസൂലുള്ളാഹി പഠിപ്പിച്ച ദിക്ർ അങ്ങ് ചൊല്ലിയപ്പോ എന്റെ ഭർത്താവിനേക്കാൾ ഉത്തമനായ ഭർത്താവിന് പകരം തരണമെന്ന് കരഞ്ഞുകൊണ്ട് എന്റെ പടച്ച റബ്ബിനോട് പറഞ്ഞപ്പോ അല്ലാഹു എനിക്ക് സമ്മാനമായി തന്നതാരാ? റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി തൊയ്വ പദീം ജീവേ തൗഹീദുളി നീലാവേ അർശും കുർസിനും അധിപതിയുടയോന് അസനത്ത് ഉലകത്തിൽ ഉരച്ച പോയേ. അർശും കുർസിനും അധിപതിയുടയോന് അസനത്ത് ഉലകത്തിൽ ഉരച്ച പോയേ. താഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിവാഹം ആലോചിച്ചു വന്നത്. ആ
ആ ദുആ ഞാൻ ചൊല്ലിയത് കൊണ്ട് അള്ളാന്റെ ഹബീബിനെയാണ് പിന്നെ എനിക്ക് ഭർത്താവായിട്ട് കിട്ടിയത് അൽഹംദുലില്ലാഹ് എന്ന് കരഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട സഹാബത്തിനോട് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ വ്യക്തമാക്കി കൊടുക്കുമ്പോ മരണ വീട്ടിൽ നെഞ്ചപ്പടിക്കുന്ന പെണ്ണേ ഭർത്താവിന്റെ പരലോക രക്ഷ ഓർത്തുകൊണ്ടാണ് കരയേണ്ടത്. ഇന്ന് സ്ത്രീകൾ കരയുന്ന എന്തിനാ? ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പറഞ്ഞതുപോലെ സിനിമയ്ക്ക് സ്കൂട്ടറിൽ കൊണ്ടുപോകാൻ എന്നെ ആരുണ്ട് എന്നോർത്തവളതാ കരയുന്നേ. സിനിമയ്ക്ക് സ്കൂട്ടറിൽ കൊണ്ടുപോകാൻ എന്നെ ആരുണ്ട് എന്നോർത്തവളതാ കരയുന്നേ. അല്ലാഹുവേ പടച്ചവനെ, എന്നെ ഇനി ആരാണ് ഒരു സിനിമ കാണിക്കാൻ കൊണ്ടുപോകാനുള്ളത്? മമ്മൂട്ടിയുടെ ബെക്സാറ്റർ കാണാൻ കൊണ്ടുപോകാൻ എന്റെ പ്രിയപ്പെട്ട ഇക്ക മേരിക്കൊണ്ടൊരു കുഞ്ഞാട് കാണാ പൾസറിന്റെ പുറകിലെത്തിയിട്ട് പരനിക്കാവിന്റെ റോഡിലൂടെ നാട്ടുകാർ നോക്കി നിൽക്കുന്നു. എന്റെ കൂട്ടുകാരികളാറ് സ്ത്രീകളൊക്കെ അത്ഭുതപ്പെടുമ്പോ അവരുടെ മുന്നിലൂടെ അന്തസ്സോടെ എന്നെ കൊണ്ടുപോറ എന്റെ പ്രിയപ്പെട്ട ഇക്ക ഉത്സവം കാണാൻ കൊണ്ടുപോറയിക്ക വീകാലാനിന്റെ കൃത്രിമ കടപ്പുറത്ത് എന്നെ കൊണ്ടുവന്നിട്ട് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ കടലിലേക്ക് വലിച്ചെറിഞ്ഞ ഇക്ക നാളെ ആരാണ് എന്നെ കൊണ്ടുപോകാൻ വരുന്നത്? നിങ്ങൾ മരിച്ചുപോയല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ഒരു ഭാര്യയായി നമ്മുടെ ഭാര്യ മാറാൻ പാടില്ല. അങ്ങനെ സങ്കടപ്പെടുന്ന ഭാര്യയാണെങ്കിൽ വേറൊരു ഭർത്താവിനെ കിട്ടുമ്പോൾ ആ സങ്കടം അങ്ങ് തീരും, പിന്നെ നമ്മളെ മറക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നതെങ്കിൽ അതിലൊരു അർത്ഥമില്ല. ചില ഭർത്താക്കന്മാരൊക്കെ ഇന്ന് പഴയതുപോലെയല്ല, ഭയങ്കര സ്നേഹമാണ്. ഭാര്യമാരോട് ഭർത്താക്കന്മാർക്കുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റൂല. വിളിക്കുന്നത് പോലും എവിടാടാ, നീ എവിടാടാ, ഞാൻ പോരു വഴിയിലാടാ, ഓക്കേടാ. ഭർത്താവ് ഭാര്യ വിളിക്കുന്നതും ഭർത്താവ് ഭാര്യയെ വിളിക്കുന്നതും ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നതും ഡാഡാണ്. ആലോചിച്ച് നോക്കി. അപ്പൊ ഭയങ്കര സ്നേഹമാണ്. 90 വയസ്സായ ഉപ്പമാര് വരെ മൊബൈലിൽ ഭാര്യയുടെ പേരടിച്ചിട്ടിരിക്കുന്നത് മൈ മോളു എന്നാണ്. എന്റെ മോളു, ചക്കരക്കുട്ടി എന്നൊക്കെ. ഇന്ന് ഭാര്യയുടെ പേര് വിളിക്കുമല്ലോ, കരള്, കൊടല്. ഇതൊക്കെ ഇങ്ങനെ ഈ ആൽബം കണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ ആ മോഡലിലേക്ക് കാര്യങ്ങൾ നിൽക്കും. വലിയ സ്നേഹമാണ്. പ്രിയപ്പെട്ട ഉമ്മായ വേണമെങ്കിൽ വരെ ഉദരത്തിൽ കത്തി കടത്താൻ ഭാര്യ ഒരു മൂളല് തന്നാ മതി. മക്കള് തയ്യാറാണ്. ഉമ്മായെ തള്ളിപ്പറയാനും ഉപ്പായ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനും പ്രിയപ്പെട്ട ഭാര്യ ഒന്ന് കണ്ണു കാണിച്ചാൽ റെഡിയാണ്. അതിനൊക്കെ തയ്യാറാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അതുകൊണ്ട് ഭർത്താക്കന്മാര് മരണപ്പെടുമ്പോ നമ്മൾ അങ്ങനെയല്ല ചിന്തിച്ച് കരയാനുള്ളത്. പിന്നെയോ, എന്റെ ഭർത്താവ് എനിക്ക് തന്ന ഭക്ഷണത്തിനും എനിക്ക് തന്ന ചിലവിനും അർഹമായ പ്രതിഫലം നീ പരലോകത്ത് കൊടുക്കണേ അല്ലാ. ഇന്നലെ രാത്രി എന്റെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടന്ന എന്റെ പ്രിയപ്പെട്ടവരാണ് ഇന്ന് പച്ചമണ്ണിന്റെ അകത്ത് കിടക്കുന്നതല്ല എന്ന് ഓർത്തുകൊണ്ട് വേണം സങ്കടപ്പെടാൻ. വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ഏഴാമത് നമ്മുടെ ആത്മാവ് നൊമ്പരപ്പെടുന്നത് എപ്പോഴാണ്? നമ്മുടെ ആത്മാവ് നൊമ്പരപ്പെടുന്നത് എപ്പോഴെന്നറിയുമോ? സന്തൂഖനകത്തേക്ക് നമ്മുടെ മയ്യത്ത് വെച്ചിട്ട് അവിടെ 3 ചുവട്ടടി വീട്ടിൽ നിന്ന് മുമ്പോട്ട് കൊണ്ടു നടക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നും മിണ്ടാനാകാതെ, ആരോടും സംസാരിക്കാനാകാതെ നിശ്ചലമായി തളർന്നു പോയ സന്തൂഖിന്റെ അകത്ത് കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ടവര്, ഇന്ന് മരിച്ചാൽ നാളെ ഞാനും നിങ്ങളും നേരിടേണ്ടുന്ന രംഗമിതാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോ 6ാമത് റൂഹ് വിളിച്ചു പറയുന്ന രംഗെന്നറിയോ? യാ ഹിബായി വയാ ഔലാദി. എന്റെ പ്രിയപ്പെട്ട മക്കളെ, എന്നെ ഇഷ്ടപ്പെടുന്നവര്, എന്റെ കുടുംബക്കാര്, എന്റെ ബന്ധുക്കളെ എന്ന് വിളിച്ചിട്ട് 6ാമത് റൂഹ് വിളിച്ചു പറയുന്നു, നിങ്ങളാരും എന്നെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ ദുനിയവിയായ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടുപോകല്ലേ. എന്റെ മഗ്ഫിറത്തിന് വേണ്ടി, എന്റെ ശരീരത്തിന്റെ മഗ്ഫിറത്തിന് വേണ്ടി പാപമോചനം തേടണമെന്ന് വിളിച്ചു പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മയ്യത്ത് കൊണ്ടുപോകുമ്പോ മൊബൈൽ ചെവിയിൽ വെച്ചുകൊണ്ട് പോകുന്നവരില്ലേ, സിനിമാ പാട്ട് പാടിക്കൊണ്ട് പോകുന്നവരില്ലേ, എന്തിനേറെ മയ്യത്ത് പൊതിയുമ്പോ പോലും ദുനിയാവിന്റെ കാര്യം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നവരില്ലേ.
എണ്ണയല്ലേ കൊണ്ടുപോകുമ്പോ ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ, ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരു സഹോദരൻ ചിരിച്ചു പോവുകയാണ്. ചിരിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരനോട് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ചോദിക്കുന്നു, എടോ നിനക്ക് സ്വർഗ്ഗമുറപ്പായോ? ആഖിറത്തിന്റെ വിജയം നിനക്ക് ഉറപ്പായോ? ആ സഹോദരൻ പറയുന്നു, ഇല്ല. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, പിന്നെ എങ്ങനെ നിനക്ക് ചിരിക്കാൻ കഴിയുന്നു? ദുനിയാവിലെത്രയോ ആഡംബരത്തിന്റെ കോടാല് കൊണ്ട് ആത്മീയത വെട്ടിമുറിച്ച മനുഷ്യനല്ലേ, ഒന്നും ചലിക്കാൻ പോലും കഴിയാറ് ഇന്ന് കിടക്കുന്നൊരു പ്രിയപ്പെട്ടവര്, ഇവിടെ എന്തെല്ലാം എടുത്തുമറിച്ച മനുഷ്യനാണ്. പള്ളിയിൽ എന്തൊക്കെ ബഹളമായിരുന്നു, നാട്ടിലും എന്തൊക്കെ ബഹളമായിരുന്നു. കുറച്ച് പണം കിട്ടിയപ്പോ നാട്ടുകാരെ മുഴുവനും ചവിട്ടി തേച്ചുകൊണ്ട് പണത്തിന്റെ പത്തി വിടർത്തി ആടുന്നത് കൊണ്ട് അറിയാറ് ആനന്ദ നൃത്തത്തിന് ചുവട് വെച്ച് പോറ മനുഷ്യരല്ല. ദുനിയാവിന്റെ പച്ചമണ്ണോട് ചേർന്ന് പോയില്ലേ? അതുകൊണ്ട് സഹോദരങ്ങള്, ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നീ ചിന്തിക്കാറുള്ളത് എന്താണ്? നാളെ ഇതുപോലെ ഞാനും പോകുമല്ല. അതുകൊണ്ട് ഇവിടെ ചിരിക്കാറുള്ള സ്ഥലമല്ല, ഇവിടെ സന്തോഷിക്കാറുള്ള സ്ഥലമല്ല. ഈ മയ്യത്തിന് വേണ്ടി അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദസ്വാ, അല്ലാഹുമ്മ ജാഫിൽ ഖബറം ജംബൈ എന്ന മനോഹരമായ ദിക്റുകൾ ചൊല്ലിയിട്ട് ആ മയ്യത്തിന് വേണ്ടി നിറകണ്ണുകളോട് അല്ലാഹുവോട് പാപമോചനം ചോദിക്കേണ്ടുന്ന സമയമാണ്. ആ സമയത്ത് പോലും നമ്മൾ മൊബൈൽ തറയിൽ വെക്കൂലല്ലോ. എല്ലാരും മൊബൈൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ച് തല ഇങ്ങനെ ഇരിക്കണം എല്ലാരും. യഥാർത്ഥത്തിൽ തല തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതാ തല തിരിഞ്ഞവൻ. തല തിരിഞ്ഞെന്ന് പറഞ്ഞാൽ ഇതാ സ്വഭാവം തെറ്റുന്നതല്ല, തല ഇങ്ങനെ തിരിഞ്ഞിരിക്കും. ബൈക്കിൽ അതാ പോരി വഴി കഴിഞ്ഞടാ, ഓക്കേടാ ഓക്കേടാ, തല ഇങ്ങനെ. സ്ത്രീകൾ വീട്ടിൽ മീനിറക്കുന്നതോ മത്സ്യം ഇന്ന് അയല ആടി കിട്ടിയത് മൊബൈൽ ഇതാ ഇങ്ങനെ ചെവിലിരിക്കുക. ഇന്ന് അയല. ചെറുപ്പക്കാര് പള്ളിയുടെ ബാത്റൂമിൽ പോയാൽ ഒരു വലത്തേക്കയുടെ ഒരു വെള്ള സിബിലും ഇടത്തേക്ക് ഇങ്ങനെ മൊബൈലിലും. അത് ശരിയടാ, ബാത്റൂമിലാണ്. വെറുതെ പറയണമെന്നല്ല ഇത്, അവന് ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളല്ലോ ധൃതി, അല്ലേ? ആലോചിച്ചു എന്തെല്ലാം കാര്യങ്ങളാണ് ഭൗതികമായ ലോകത്ത്. നമ്മൾ ഈ മൊബൈല് എപ്പോഴും ഫുൾ ടൈം നമ്മുടെ കയ്യിലുണ്ടാവും എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഇത് ഉപയോഗിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അതിനൊരു നിയന്ത്രണം ഞാനും നിങ്ങളും കൊടുത്തില്ലെങ്കിൽ അപകടമാണ്. വല്ലാത്ത ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും. മരണ വീട്ടിൽ പോലും മയ്യത്തിനെ കിടത്തി പൊതിഞ്ഞ് പള്ളിക്കകത്ത് കൊണ്ടുവന്നപ്പോ മയ്യത്തിന്റെ വയറ്റിന്റെ കഫം പൊതിഞ്ഞു വെച്ച് വയറ്റിന്റെ ഉസ്താദ് ചോദിച്ചത്, ആ മയ്യത്ത് അനങ്ങുന്നുണ്ട്, മരിച്ചിട്ടില്ല. അപ്പൊ നിസ്കരിച്ചുകൊണ്ട് അടക്കിയിരുന്നെങ്കിൽ എന്തിനാ? മോൻ പറഞ്ഞു, ഉസ്താദെ അത് ജീവനുള്ളതല്ല, എന്റെ മൊബൈല് വൈബ്രേഷനാണ്. ഉസ്താദ് പെട്ടെന്ന് പൊതിയാൻ പറഞ്ഞപ്പോ ഞാനും കൂടെ കുനിഞ്ഞു ഇങ്ങനെ കെട്ടിക്കൊണ്ടുന്ന മൊബൈൽ അങ്ങ് വീണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പൊ എടുക്കണ്ട, വാപ്പാക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോയിട്ട് വിളിച്ച് പറയട്ടെ. ഇതെന്റെ പ്രിയപ്പെട്ട ആലോചിച്ച് നോക്ക്, മരണ വീട്ടിൽ മയ്യത്ത് പൊതിയുമ്പോ വരെ അത്രയ്ക്ക് ലാഘവത്തോടു കൂടിയില്ലേ നമ്മൾ ആലോചിക്കും. വെറും ലാഘവത്തോടു കൂടി ചെയ്യാ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവരെ, എല്ലാ സകല ആൾക്കാരും അതിനു വേണ്ടി ഉപയോഗം. പിന്നെ പക്ഷെ പലർക്കും പറഞ്ഞുകൂടെ, ഗൾഫിൽ നിന്ന് വാപ്പമാ പിന്നെ മക്കൾ വരുമ്പോ ആദ്യം വാപ്പാക്ക് നീളമുള്ള മൊബൈൽ വാങ്ങിച്ചു. പാപ്പ ഉടനെ കടയിൽ വന്നിട്ട് കോയാക്കാട് പറയടാ, മോൻ കൊണ്ടുവന്നതാ അടിപൊളി മൊബൈലാണ്, സെറ്റപ്പാന്നൊക്കെ പറയും. ഉടനെ ഇതൊന്ന് ഓണാക്കാൻ നല്ലതുപോലെ അറിഞ്ഞുകൂടാ, ഓഫ് ആക്കാൻ അറിഞ്ഞുകൂടാ, കോള് വരുമ്പോ എടുക്കാൻ മാത്രം അറിയും. അതുകൊണ്ട് ആദ്യമായിട്ട് വെള്ളിയാഴ്ച പള്ളിയിൽ പോയി. പള്ളിയിൽ ചെല്ലുമ്പോൾ ഉസ്താദ് എന്താ പറയാ? സഫുകൾ നേരെയാക്കുക, മൊബൈൽ ഓഫ് ആക്കുക. എല്ലാ ഉസ്താദന്മാരും പറയും. പറഞ്ഞില്ലെങ്കിൽ അന്ന് അവിടെ ബഹളമാണ്. ഇപ്പാവാക്ക് ഇത് ഓഫ് ആക്കാനും പറഞ്ഞൂടാ. ഉസ്താദ് അങ്ങനെ പള്ളിയൊക്കെ നിശബ്ദമായി എന്ന് പറഞ്ഞ സൂറത്ത് അങ്ങോട്ട് തുടങ്ങിയപ്പോ പാപ്പാരെ മൊബൈലിൽ ഉമ്മാമ വിചാരിച്ചു ഒന്ന് വിളിച്ചു നോക്കാം, പള്ളിയിൽ പോയതല്ലേ, മൊബൈലും കൊണ്ട് പോയല്ലേ, കിട്ടുമോന്നറിയാലോ. വീട്ടിൽ നിന്ന് വിളിച്ചപ്പോ ഉപ്പാവരെ മൊബൈലിൽ പെണ്ണേ പെണ്ണേ നീ എന്റേതല്ലേ പാട്ട് കേൾക്കാൻ. ഉടനെ മോദി മാമ അല്ലോ പള്ളിക്കകത്തും പെണ്ണ പടച്ചോ. നോക്കുമ്പോ ഇയാള് മൊബൈലിന്റെ മണ്ടേ കേറി നിൽക്കാണ്. ഇത് ഓഫ് ആവണല്ലോ സംഭവം. ചൈന സെറ്റാണ്, ഹൗദി കിടന്നാലും വലിയ കേട്ടോണ്ടിരിക്കും, ഓഫ് ആവൂല. അങ്ങനെ ഇതിനെ മണ്ടേ കയറി നിൽക്കാണ്, ഇത് ഓഫ് ആവുന്നില്ല. അവസാനം ഉസ്താദ് ഈ ശബ്ദമെല്ലാം അവിടെ കേട്ട് പള്ളിക്കകത്ത് ആകെ ഗ്രാനൈറ്റ് ആയതുകൊണ്ട് എക്കോ ആണല്ലോ മൊത്തം ഇങ്ങനെ കേട്ടു. ഉസ്താദിന്റെ സൂറത്തും തെറ്റി. ഉടനെ പുറകിൽ നിന്ന് ഒരാൾ ഉണർത്തി കൊടുക്കണമല്ലോ. ഉടനെ അപ്പുറത്ത് നിന്ന് ഇപ്പാ പറഞ്ഞിടേ അത് ഈ സൂറത്തിലല്ല അടുത്ത സൂറത്തിലാണ്. ആകെ ഒരുത്തനാണെങ്കിൽ എന്ത് ചെയ്യാ?
പള്ളിക്കകം വെള്ളിയാഴ്ച അത് എത്ര നല്ല തഖ്വയോട് ഉസ്താദ് അലി റളിയല്ലാഹു ചരിത്രമൊക്കെ പറഞ്ഞ് ഭയങ്കര ഹുത്തുബയൊക്കെ ഓതി കരഞ്ഞുകൊണ്ട് നിസ്കാരം തുടങ്ങിയതാ. അവസാനം ഓരോരുത്തർ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോക്ക് തുടങ്ങി. താമസിച്ചു വരുന്ന കുറെ ചെറുപ്പക്കാർ പറഞ്ഞാ ഇന്ന് ആ പള്ളി നിസ്കാരമല്ല, അവിടെ ഗാനമേളയാണെന്നാണ്, ഉസ്താദിന്റെ പാട്ടൊക്കെ കേൾക്കുന്നത്, നമുക്ക് തിരിച്ചു പോകാം. അങ്ങനെ എത്ര ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയല്ലോ. ഇത് മരണ വീട്ടിൽ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ബഹളം, അതുപോലെ നിസ്കാരം തുടങ്ങുമ്പോ ബഹളം, സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോ പാട്ട്. പിന്നെ അവസാന ചെറുപ്പക്കാരൊക്കെ സുജൂദിൽ പോകുമ്പോഴാണ് മൊബൈൽ അളയാ, പിന്നെ വിളി ഞാൻ നിസ്കാരത്തിലാണ് അത്തയ്യാത്ത് പോകുമ്പോൾ വിളി, ഇങ്ങനെ പറയും. കാരണം ഇത് പള്ളിക്കകത്ത് നിരന്തരം ഇങ്ങനെ ആയി. സഹോദരിമാരും സഹോദരങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പഴയ കാലത്ത് സഹോദരിമാർക്ക് മൊബൈൽ ഉപയോഗം എന്ന് പറയുന്നത് പേടിയായിരുന്നു, ലജ്ജയാണ്. എങ്ങനെ ഞാൻ വലിയക്കല്ലേ പടച്ചോരി എന്ന് പറഞ്ഞാൽ പോവാണ്. ഇന്ന് ജംഗ്ഷനിൽ പോയി നിന്നാ 4 മൊബൈലും 7 പോക്കറ്റും 10 മെമ്മറി കാർഡ് 74 സിമ്മും ആയിട്ടാണ് നടക്കുക. മൊബൈലിൽ പോയി ഹലോ ജംഗ്ഷനിലേക്ക് പറഞ്ഞിക്കാവില്ല, ആരോട് സംസാരിക്കും? ഒരറപ്പുമില്ല പെൺകുട്ടികൾക്ക്. 14 വയസ്സും 15 വയസ്സും മുതൽ അവിടെ നിങ്ങോട്ട് 90 വയസ്സുള്ള തള്ളമാർക്ക് വരെയും അതിന് അറപ്പില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം സഹോദരിമാരെ, അന്യപുരുഷന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സംസാരങ്ങൾ മുഴുവനുമുണ്ടല്ലോ, ഭർത്താവറിയാതെ സംസാരിച്ചു പോലെ മുഴുവൻ സംസാരങ്ങളും അതാ നിന്റെ മൊബൈലിനകത്ത് നിന്ന് ക്ലിപ്പ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്ന സംവിധാനം ഇന്ന് ചൈന കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഞാൻ എന്റെ മൊബൈലിലൂടെ ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അതാര് കേൾക്കണ്ട, ആരും അറിയണ്ട. എന്റെ മൊബൈൽ ഒരു മൊബൈൽ ഷോപ്പിൽ കൊണ്ടു കൊടുത്താൽ അതിന്റെ അകത്തിരുന്ന് ഞാൻ ഇന്ന് വരെ സംസാരിച്ച സംസാര സകലങ്ങൾ മുഴുവനും റെക്കോർഡ് ചെയ്ത് എടുക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ ആരും അറിയണ്ട, കടയിൽ കൊണ്ട് കൊടുത്താൽ 10 മിനിറ്റത്തെ കേസേ ഉള്ളൂ. നമ്മൾ ഇന്ന് വരെ സംസാരിച്ചത് മുഴുവനും. അങ്ങനെയാണെങ്കിൽ സകലതും പൊളിയും. സഹോദരിമാരെ ആലോചിച്ച് നോക്കിയേ, ആലോചിച്ച് നോക്കി. നമ്മുടെ ഈ മൊബൈൽ എന്ന് പറയുന്ന സംഭവത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ എത്ര മണിയാണെന്ന് ആലോചിച്ച് നോക്കി. 9:25 അല്ലെങ്കിൽ 9:30 അല്ലെങ്കിൽ 9:20. ഈ സമയത്ത് ഞാൻ എന്റെ മൊബൈൽ ഓഫാക്കി വെക്കുകയാണെന്ന് കരുതിക്കോ. ഓഫാക്കി വെക്കുന്ന മൊബൈൽ 9:30 ഞാൻ ഓഫാക്കുന്ന മൊബൈൽ 10:30 ഞാൻ ഓണാക്കുക. 10:30 ഓണാകുമ്പോ ഈ മൊബൈലിൽ എത്ര മണിയാവണം? 9:30 ആകാവൂ. കാരണം ഓഫാക്കി വെച്ചിരുന്ന സാധനമാണ്. 9:30 ഓഫാക്കിയതാണ്. അപ്പൊ ഇനി ഓണാക്കുമ്പോൾ 9:30 ആവാവൂ. പക്ഷെ 10:30 ഞാനത് ഓണാക്കുമ്പോ അതിനകത്ത് 10:30 ആയി. അപ്പൊ ഇത് ജീവനില്ലാതെ ഓഫാക്കി വെച്ചിരുന്ന സെറ്റിനകത്ത് ടൈം പ്രവർത്തിച്ചിരിക്കുകയാണല്ലോ അല്ലേ? സംഭവം ഇത് ചെറിയ കാര്യമൊന്നുമല്ല. ഇത് അടുത്തിരുന്ന് സംസാരിക്കുന്നത് പോലും ചിലപ്പോ ഇതിനകത്ത് റെക്കോർഡിങ്. സഹോദരിമാര് പറയുമ്പോ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ കൂടെ കൊണ്ടു നടക്കാൻ വരെ പറ്റൂലല്ലോ പടച്ചോ, എല്ലാം പൊളിയും. നിങ്ങൾ എന്താ കരുതിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോ ഈ ഒരു കാലയളവിൽ ഇത് വന്നപ്പോ നിങ്ങൾക്ക് പേടിയായില്ലേ? പഴയ കാലത്തൊക്കെ റക്കീബ് അത്തീത് നിങ്ങൾ പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്ത് എടുക്കുമെന്ന് പറഞ്ഞപ്പോ നമ്മളൊന്നും വിശ്വസിച്ചില്ല. ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈല് പോലും പഴയ കാലത്ത് നാം സംസാരിച്ച ഈ മൊബൈലിനകത്ത് എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അത് മുഴുവനും അതായി എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ ഒരു വാക്കുപോലും അല്ലാഹുവിന്റെ കോടതിയിൽ മാറൂല. ദുനിയാവിൽ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ അടുത്ത് എന്റെ പ്രിയപ്പെട്ടവരെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നല്ലത് പറയാനും നല്ലത് ചെയ്യാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. അതുകൊണ്ട് മയ്യത്ത് ചുമന്ന് പള്ളിപ്പറമ്പിലേക്ക് പോകുമ്പോ അതിനോട് അനാദരവ് കാണിക്കല്ലേ. അതുപോലെ നിന്നെയും കൊണ്ടുപോകാനുള്ളതാണെന്ന ചിന്ത വേണം. അതുപോലെ നിന്നെയും അവ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയി അടക്കുമെന്നുള്ള ചിന്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ആവശ്യം. ഇനി 8ാമത് എപ്പോഴാണ് നമ്മുടെ റൂഹ് വിളിക്കുന്നത്? 7ാമത് നമ്മുടെ റൂഹ് നമ്പരപ്പെടുന്നത് എപ്പോഴാണ്? അതേ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകാൻ സമയമായി. നിസ്കാരത്തിന് മുമ്പരാ പള്ളിക്കകത്തേക്ക് ആ മയ്യത്തിനെ എടുത്തു വെക്കുമ്പോ ആ റൂഹ് തന്റെ കുടുംബക്കാരായ തന്റെ ബന്ധുക്കളായ തന്റെ ശരീരം ചുമന്നു കൊണ്ടുവരുന്നവരെ നോക്കിയിട്ട് പറയുന്നു, ലാ തഉറന്നകുമുദ് ദുനിയാ കമാ ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, ദുനിയാവ് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. കമാ ഉറത്തനി, എന്നെ ആ ദുനിയാവ് ചതിച്ചതുപോലെ എന്നെ ദുനിയാവ് പോലെ നിങ്ങളെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ ആലോചിക്കുക. ഓരോരുത്തരും ദുനിയാവിന്റെ ചതിയിൽപ്പെട്ടില്ലേ? പണത്തിന്റെ ചതിയിൽപ്പെട്ടില്ലേ? പെണ്ണിന്റെ ചതിയിൽപ്പെട്ടില്ലേ? ആഡംബരത്തിന്റെ കുരുക്കിൽപ്പെട്ടില്ലേ? ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഹദറാ,
പച്ചപിടിച്ച കാണാൻ രസമുള്ളതാണ് പ്രിയപ്പെട്ടവരെ ദുനിയാവ്. അതുകൊണ്ട് ദുനിയാവിന്റെ പിന്നാലെ പോകല്ലേ. ഏഴാമറാം അയ്യപ്പന്റെ റൂഹ് പറയുന്നതാണ്, അയ്യപ്പ ചുമന്നുകൊണ്ട് വരുന്നവരെ, നിസ്കാരം കഴിഞ്ഞ് പോകാൻ തീരുമാനിച്ചവരെ, അടക്കി കഴിഞ്ഞ് പോകാൻ തീരുമാനിച്ചവരെ, ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഉസ്താദുമാരുടെ വാല് കേട്ട് ഞാനും തീരുമാനിച്ചതാണ് നിസ്കാരം തുടങ്ങണമെന്ന്, തലമറക്കണമെന്ന്, നോമ്പ് പിടിക്കണമെന്ന്, സ്വലാത്ത് ചൊല്ലണമെന്ന്, പള്ളിയുമായി ബന്ധപ്പെടണമെന്ന്. പക്ഷേ എന്നെ ഇബ്ലീസ് നശിപ്പിച്ചു കളഞ്ഞു, എന്നെ ദുനിയാവ് കുരുക്കി കളഞ്ഞു. അതുകൊണ്ട് വേണ്ട, എന്നെ നശിപ്പിച്ചതുപോലെ എന്റെ മയ്യത്ത് ചുമക്കുന്നവരെ നിങ്ങളെ നശിപ്പിക്കാതിരിക്കട്ടെ. എന്റെ ജീവിതം തീർന്നു, നിങ്ങൾക്കിന് ജീവിതം ബാക്കിയാണ്. ബാക്കിയുള്ള ജീവിതം ഒരു സെക്കൻഡ് ആണെങ്കിൽ പോലും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എനിക്കതില്ലല്ലോ. എന്റെ റൂഹ് പിരിഞ്ഞല്ലോ. അതുകൊണ്ട് ഈ വിളിയാണ് ആറാമത് ഏഴാമതായിട്ട് ആ റൂഹ് അയ്യപ്പ ചുമന്നുകൊണ്ട് പോകുന്നവരോട് വിളിച്ചു പറയുന്നതെങ്കില് നമ്മളാരും അത് അറിയുന്നില്ല, നമ്മളാരും അത് ശ്രദ്ധിക്കുന്നില്ല. വീണ്ടും പറയുന്നു, വലാ ഈ കാലഘട്ടം നിങ്ങളെ തട്ടിക്കളിക്കാതിരിക്കട്ടെ. ഇതിനൊരുപാട് ഭംഗിയാണ്, ഒരുപാട് രൂപാന്തരം മാറിയിട്ട് മാറി മാറി വന്നുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കാനും നിങ്ങളെ വഞ്ചിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളതിൽ പെട്ടുപോകല്ലേ. എന്റെ മയ്യത്ത് കണ്ടോ, എന്റെ കുളിപ്പിക്കല് കണ്ടോ, എന്റെ ഖബറടക്കം കണ്ടോ, ഈ കിടക്കുന്ന കിടപ്പ് കണ്ടിട്ട് നിങ്ങൾ ഗുണപാഠം സിദ്ധിക്കുക, നിങ്ങൾ നല്ലവരാകുക. എന്റെ മയ്യത്ത് കണ്ടതുകൊണ്ട് നിങ്ങൾ നന്നാവുക എന്ന് ആ റൂഹ് വിളിച്ചു പറയുമ്പോ എത്രയോ മയ്യത്തുകൾ അടക്കം ചെയ്തവരാണ് നമ്മള്, എത്രയോ മയ്യത്തുകളുടെ നെഞ്ചിന് മീതെ മണ്ണിട്ടവരാ നമ്മള്, എത്രയോ മയ്യത്ത് നിസ്കാരം നടത്തിയവരാണ് നമ്മള്. എന്നിട്ടതെല്ലാം കഴിഞ്ഞിറങ്ങുമ്പോ എന്തേ നമ്മുടെ മനസ്സ് വല്ലാതെ മുരടിച്ചു പോകുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഏറ്റവും നല്ല വായലാരാണ്, ഏറ്റവും നല്ല പ്രഭാഷകനാരാണ്, ഏറ്റവും നല്ലതുപോലെ ദുനിയാവിൽ ഉപദേശ നിർദ്ദേശം കൊടുക്കാൻ കഴിവുള്ളതാർക്കാന്നറിയോ? അത് മരണത്തിന് മാത്രമാണ്, അത് മരണത്തിന് മാത്രമാണ്. മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഈമാനില്ലാത്ത നിമിഷം കിട്ടില്ല. മരണത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവർക്ക് ആ നിസ്കാരത്തിന് വല്ലാത്ത രസമാണ്. മരണത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതുന്നവർക്ക് ഖുർആൻ ഓതി കൊതി തീരൂല. പക്ഷേ നമ്മളാരും ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? ഉസ്താദേ, ഞാൻ സഞ്ചരിക്കുന്ന വാഹനം അറിയൂല, ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷാംശം ഉണ്ടാവില്ല, എനിക്ക് ക്യാൻസർ വരില്ല, എനിക്ക് ട്യൂമർ വരില്ല, എനിക്ക് അപകടം വരില്ല. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് കഴിയുന്നവരെ, ഇതിനേക്കാൾ ആർത്തിയോട്, ഇതിനേക്കാൾ ആഗ്രഹത്തോട്, ഇതിനേക്കാൾ ആശയോട് ഇവിടെ ഭരണിക്കാവിൽ ജീവിച്ചിരുന്ന നൂറുകണക്കാട് മനുഷ്യര് ഞാനും നിങ്ങളും കൊണ്ടുപോയിട്ട് പച്ചമണ്ണിലേക്ക് കുഴിച്ചു മൂടിയില്ലേ? മുകളിൽ മണ്ണാണ്, അടിയിൽ മണ്ണാണ്, അരികിൽ മണ്ണാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കിടന്നിട്ടുണ്ടോ? പട്ടുമെത്തയിൽ മാത്രം കിടന്നാ പോരല്ലോ, പച്ചപ്പറയിൽ കിടന്നിട്ടുണ്ടോ? പായ വിരിച്ച മാർബിൾ കിടക്കുന്നതല്ല, ഗ്രാനൈറ്റിൽ കിടക്കുന്നതല്ല, ഓടിട്ടിച്ച മുറ്റത്ത് കിടക്കുന്നതല്ല, പച്ച മണ്ണിൽ കിടന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതാ പെണ്ണേ, നെറ്റിന്റെ ചുരിദാറിട്ടുകൊണ്ട് അന്യപുരുഷന്മാര് ശ്രദ്ധിക്കുന്ന ജനിച്ചറിൽ പോയി മൊബൈലും ചെവിയിൽ വെച്ച് ചുണ്ട് ചുമപ്പിച്ച് കറങ്ങി നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മഹിളകളെ, നിങ്ങൾ മോശക്കാരാണെന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ പെണ്ണല്ലേ, പെണ്ണിന്റെ പിന്നാലെ പിശാചെപ്പോഴുമുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ മോളെ, ഇത് ദുനിയാവിന്റെ ചതിയാണ്, പിശാചിന്റെ വലയാണ്. അതിൽ കുരുങ്ങിപ്പോയാൽ അവസാനം നമ്മുടെ റൂഹിന് ഇതുപോലെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. നിങ്ങൾ കൊടുങ്ങല്ലേ. ദുനിയാവെന്ന് പറഞ്ഞാൽ എന്താ? ലാ തത്തഖിദു ദുനിയാ റബ്ബാ വതത്തഖിദുകും അബീദാ. നിങ്ങൾ ഒരിക്കലും ദുനിയാവിനെ റബ്ബായിട്ട് സ്വീകരിക്കല്ലേ. വതത്തഖിദുകും അബീദാ, എന്നാൽ ആ ദുനിയാവ് നിങ്ങളുടെ അടിമയാക്കി മാറ്റുമെന്ന് റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. അതുകൊണ്ട് ദുനിയാവിനേക്കാൾ ആഖിറത്തിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നവരാ
ചെയ്യുന്നവരായി ഞാനും നിങ്ങളും മാറുക. അള്ളാഹുവിനോട് 100 കാര്യം ചോദിക്കുമ്പോ 80 കാര്യം ആഖിറത്തിന് വേണ്ടി ചോദിച്ചിട്ട് 20 കാര്യം ദുനിയാവിന് വേണ്ടി ചോദിക്കണം സഹോദരിമാരെ. അല്ലാതെ എല്ലാം കുടുംബത്തിന് വേണ്ടി, എല്ലാ മക്കൾക്ക് വേണ്ടി, എല്ലാം വീടിന് വേണ്ടി, എല്ലാം ദുനിയാവിന് വേണ്ടി, എല്ലാ പണത്തിന് വേണ്ടി മാത്രം പടച്ചറപ്പിനോട് കൈനീട്ടി ഇരുന്നാ പോരാ. ആഖിറത്ത് ചിന്തിച്ചുകൊണ്ട് കരഞ്ഞോ. അങ്ങനെയുള്ളവർക്ക് അവര് മരണപ്പെടുമ്പോഴാണ് മാലാഖമാരിറങ്ങി വരുന്നത്. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുന്തും തുഅദൂൻ. അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗം നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ സമാധാനിപ്പിക്കുന്നത് ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്നവർക്കാണ് പ്രിയപ്പെട്ടവര്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആഖിറത്തേക്കാൾ ദുനിയാവിനെയാണ് നിങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് എങ്കിൽ റഹ്മാനായ പടച്ചറമ്പുരാ നിങ്ങൾക്ക് 4 ബുദ്ധിമുട്ട് തരുന്നതാണ്. മന്ന സുബഹ വദ്ദുനിയാ അക്ബറ ഹംദിഹി അൽസമല്ലാഹു തആല അലാ ഖൽബിഹി 4 ഖിസാൽ. ആഖിറത്തേക്കാൾ ദുനിയാവിനെയാണ് നിങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് എങ്കിൽ അവർക്ക് പടച്ചതമ്പുരാൻ 4 കാര്യങ്ങൾ തരുന്നതാണ്. ഒന്നാമത്തത് ഒരിക്കലും തീരാത്ത ദുഃഖം അല്ലാഹു അവന് കൊടുക്കുന്നതാണ്. ആഖിറത്തേക്കാൾ ദുനിയാവിനെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടാൽ ഒരിക്കലും തീരാത്ത ദുഃഖം അല്ലാഹു നമുക്ക് തരും. പണത്തിന്റെ പിന്നാലെ ഓടുന്നവന് ദുഃഖിക്കാനല്ലേ നേരമുള്ളൂ, സന്തോഷിക്കാൻ സമയമുണ്ട്. തിരുവനന്തപുരത്ത് ഒരു കടയിൽ ഉസ്താദെ ആ കടയ്ക്കകത്തിരുന്ന് നിങ്ങളൊന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി. ഇന്ന് അങ്ങനെയാണല്ലോ, എല്ലാവർക്കും ഉസ്താദിനെ കൊണ്ടാണ് എല്ലാം ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത്. സിനിമാ നടന്മാരെ കൊണ്ടായിരുന്നു പഴയ കാലത്തൊക്കെ. ഇപ്പൊ അതൊക്കെ മാറി ഉസ്താദുമാരൊക്കെ വേണമെന്നുള്ള ചിന്തയൊക്കെ ആയി. കള്ളന്മാരൊക്കെ കയറി എല്ലായിടത്തോട്ട് പോയപ്പോൾ പള്ളിയിലെ മൊയിലാരെ വിളിക്കാത്തതുകൊണ്ടാണ് ആരാ പറഞ്ഞു അന്ന് പോലും മൊയിലാക്കന്മാരെയൊക്കെ വിളിച്ചോടെ. ഒരു സ്ഥലത്ത് ആന ഉദ്ഘാടനം, മൊയിലാരെ ആന ഉദ്ഘാടനം. ഒരാളൊരു ആന വാങ്ങി ഉസ്താദിനോട് പറയാം, ഉസ്താദെ നിങ്ങൾ ഇത് ഉദ്ഘാടനം ചെയ്യും. അത് പറഞ്ഞ് ഞാൻ താഴെ ഇന്ന് ആനയുടെ മുമ്പ് ഇന്ന് ഫാത്തിഹ ഓതാം. അത് പറ്റൂല, ആനയുടെ മണ്ടേ കയറി അത് നമുക്ക് പണി തരാനുള്ള ഫാത്തിഹയല്ലേ. അത് താഴെ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഒക്കെ നിങ്ങൾ ഉദ്ഘാടനം ആയിട്ട് സ്വീകരിച്ചാൽ മതി, ഇല്ലെങ്കിൽ എനിക്ക് ഉദ്ഘാടനം ചെയ്യാൻ സൗകര്യം. ഉസ്താദെ എന്നെ മണ്ടേ കയറി എന്നൊരു ഫാത്തിഹ ഓതുമ്പോൾ വറക്കത്തില്ല. സംഭവം വറക്കത്താണ്, പക്ഷെ ആനയ്ക്ക് അറിഞ്ഞൂടല്ലോ ഞാൻ മുസ്ലിയാർ വറക്കത്തുള്ള വലിയ മുസ്ലിയാരാണെന്ന് ആനയ്ക്കറിയില്ല. അതുകൊണ്ട് ഞാൻ താഴെ നിന്ന് ഇപ്പൊ നമ്മളൊരു പ്രിയപ്പെട്ട ഉസ്താദിനെ ലോറി ഉദ്ഘാടനത്തിൽ ഒരാളൊന്ന് വിളിച്ചതാ. പള്ളിയുടെ മുമ്പ് ലോറി കൊണ്ടിട്ട് ഉസ്താദെ ഷോറൂമിൽ നിന്ന് എടുത്ത് നേരെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ നിന്നാണ് എന്റെ ഓട്ടം തുടങ്ങുന്നത്, നിങ്ങൾ തന്നെ ഇതിന് ഉദ്ഘാടനം ചെയ്യും. ഉസ്താദ് പറഞ്ഞു ശരി. ആ താക്കോലൊക്കെ കയ്യിൽ വെച്ചിട്ട് ബിസ്മില്ലാഹ് അയാൾ പറഞ്ഞു അത് പറ്റും. താക്കോലുള്ള ഊതിൽ മാത്രം പോരാ, നിങ്ങൾ കയറി ഇരുന്ന് ഒരു 2 കിലോമീറ്റർ ഓട്ടി. ഉസ്താദ് പറഞ്ഞു